നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. അതിനുവേണ്ടി നമുക്ക് ഉള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേണ്ട നമുക്ക് ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങിയാലോ പരിപാടി. ആദ്യം ചരുവെടുത്ത് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇടാം. ഇട്ടൊന്ന് ചുവപ്പ് പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം. നമ്മൾ ഉള്ളി ഇടാൻ പോവുകയാണ്. ഉള്ളിയിട്ട് അത് വരളാൻ വേണ്ടി വരണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പൂടിട്ട് കൊടുക്കണം. ഉപ്പൂടിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അടച്ചു വെക്കുന്നുണ്ടത്. ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ചു വെക്കും. അപ്പോഴത്തേക്ക് നമുക്ക് അരിയുടെ പരിപാടി തുടങ്ങാം. അരി എടുക്കുന്നുണ്ട്. അരി എടുത്ത് നമ്മൾ കഴുകി അടപ്പേ വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചേരേണ്ട സാധനങ്ങൾ ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ ഇലയും ക്യാരറ്റും ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ടുന്നുണ്ട്. ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് നല്ല രീതിയിൽ നല്ല കുത്തുന്ന രീതിയിൽ ഉപ്പിടണം. ഉപ്പ് ഇട്ട് ഇനി വരണ്ട ഇതിനകത്തോട്ട് പച്ചമുളകും തക്കാളിയും കൂടെ ഇടുന്നുണ്ട്. വരണ്ട ഉള്ളിക്കകത്തോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഇൻഗ്രീഡിയൻസിലെല്ലാം കൂടെ ചേർക്കുക. അങ്ങനെ വരട്ടി വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ അടച്ചു വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലകൾ ഇട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ അത് ഉള്ളി വാടി കഴിയുമ്പോൾ നല്ലവണ്ണം നല്ല വരണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് കുറച്ച് വെട്ടക്കുറവുണ്ട് കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. നമ്മൾ രാത്രിയിലാണ് ചെയ്തത് സംഭവം. ഇത് നമ്മൾ ചിക്കനും ഇട്ട് നമ്മൾ പുരട്ടി എടുക്കുന്നുണ്ടത്. ഈ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും ചെയ്യണമെന്നില്ല, പക്ഷെ ഞാൻ നാരങ്ങ ഒഴിക്കുന്നുണ്ട്. ഇനി ചിക്കൻ അങ്ങോട്ട് ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആ കളറൊന്ന് മാറാൻ വേണ്ടി ലേശം മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി നല്ലോണം ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യം പോലെ ഇടാം. ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ചോറ് ഇട്ടത് നമ്മൾ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് ഊറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചിക്കനും റെഡിയായി. അപ്പോൾ അതിനകത്തോട്ട് മസാലയും ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. മുളക് പൊടി നമുക്ക് എരിയുടെ അനുസരിച്ച് അത്യാവശ്യം ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി അതിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചിക്കൻ എടുക്കുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അനുസരിച്ച് 3 സ്പൂൺ മുളക് പൊടിയും 3.5 സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അനുസരിച്ച് നമുക്ക് ചിക്കൻ മസാല 3 സ്പൂൺ ചിക്കൻ മസാല ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മെയിനായിട്ടുണ്ട് ബിരിയാണി മസാലയാണ്, അത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പിന്നെ പറഞ്ഞുതരാം. റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിന, ആ റൈസ് റെഡി ആകുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് മല്ലിച്ചപ്പും പുതിനയാണ്. പിന്നെ നമുക്കിനി വേണ്ടത് ഇനി നമുക്ക് വേണ്ടുന്നത് നെയ്യ് ചൂടാക്കിയിട്ട് അതിനകത്ത് ഉള്ളി വരട്ടുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ചിക്കൻ അവിടെ വേവുന്നുണ്ട്. ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളി വറുത്ത് വെക്കണം. ഉള്ളി വറുത്ത് അങ്ങോട്ട് വെക്കാൻ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ റൈസെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതിന് ദം ഇടാനായിട്ട് ചിക്കനകത്തോട്ട് ചോറിടാം. ചോറ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മേളിൽ നമ്മൾ 2 ലെയറായിട്ടാണ് ഇടുന്നത് ചോറ്. ആദ്യത്തെ ലെയർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അങ്ങോട്ട് ഇട്ട് അതിനകത്തോട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൊണ്ടിട്ട് നമ്മുടെ ഒരു ബിരിയാണി മസാല ഉണ്ട്. നമ്മളത് ചെയ്യുന്നത് വെച്ചാൽ കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് പൊടിക്കും. ഒന്ന് വറക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇന്ന് വറുത്താണ് ചെയ്തത്, സാധാരണ ഞാൻ വറക്കാതെ ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ റൈസ് വീണ്ടും ഇടുക. നമ്മൾ റൈസ് നമുക്ക് ഹാഫ് വേവാവും റൈസ്. നമ്മൾ പിന്നെ ദമ്മിനകത്താണത് വേവിക്കുന്നത്. ബാക്കി കുറച്ച് വേവാവും. അതിൻ്റെ മേളിലും കുറച്ച് മല്ലിച്ചപ്പും പുതിന എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ മസാലയും കൂടെ അതിൻ്റെ മേളിൽ വിതറി കൊടുക്കാം. ഇത് വറക്കുന്നത് നന്നായിരിക്കും. വറുത്താണ് ഞാൻ ഇന്ന് ചെയ്തത്, സാധാരണ ഞാൻ വറക്കാറില്ല. അപ്പം എല്ലാം ചെയ്തേ. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇതും വറക്കുന്നുണ്ട്. ഇനി നമുക്കത് കറക്റ്റായിട്ട് ചോറിൻ്റെ മേളിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം കൂടെ നെയ്യും സഹിതം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ദമ്മ് വെച്ചാലോ? ദമ്മ് വെക്കാം. ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് അടച്ചങ്ങോട്ട് വെക്കും. ഏകദേശം ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. പൊട്ടിക്കാൻ പോവാണ്. കണ്ടോ, ഇതാണ് നമ്മൾ എല്ലാം ദമ്മിട്ട് വന്നു കഴിയുമ്പം അവസാനത്തെ ഘട്ടം.
ഇനി ഇതങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഇളക്കി വേറൊരു പാത്രത്തിനകത്തോട്ട് പകരുകയാണിത് ചെയ്യേണ്ടത്. ഞങ്ങളങ്ങോട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് നമ്മളങ്ങോട്ട് കോരിയിടണം. അത് കഴിഞ്ഞ് നമുക്ക് വിളമ്പിയാലോ. ഇനി പ്ലേറ്റ് എടുക്കുക, അതിനകത്തോട്ട് ചിക്കൻ വിളമ്പുക, അതിൻ്റെ മേളിൽ ചോറ് വിളമ്പണം. കണ്ടു നോക്ക് എങ്ങനെയാണെന്ന്. ഈ ചോറ് അതിൻ്റെ മുകളിലോട്ട് വിളമ്പുന്നത് ഇത് ഞങ്ങളുടെ ഒരു രീതിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിളമ്പാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് കുറച്ച് സലാഡും എടുക്കാം. സലാഡ് ഞാൻ പച്ചമുളക്, ക്യാരറ്റ്